+1 ബോട്ടണിയിലെ ചാപ്റ്റർ 9 ആയ ഫോട്ടോസിന്തസിസ് ലെസണിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. എല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തുക. ഇഫ് യു ലൈക്ക് ദി വീഡിയോ, സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഓരോ സ്ലൈഡിലും വലതുവശത്ത് താഴെയായി കാണുന്ന രാജു സയൻസ് വേൾഡിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. ആദ്യത്തെ 2 പദങ്ങളുടെ ബന്ധം നിരീക്ഷിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പദത്തിന് അനുയോജ്യമായ പദം എഴുതുക. റൈസ് C3 പ്ലാന്റ്, മെയ്സ് ഡാഷ്, PEP ഈസ് ടു OAA, RUBP is to dash. Answer: A. C4 plant. Maize is a C4 plant. And B. RUBP is related to PGA. Rice is a C3 plant, but maize is a C4 plant, where first stable carbon compound is a 4 carbon compound, that is oxaloacetic acid. In the second question, PEP is related to OAA. It is the first stable product in C4 cycle, and RUBP is related to PGA, which is the first stable product formed in C3 cycle. Question number 2. Dark reaction of photosynthesis occurs only at night. Is this statement true? Justify. പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടം രാത്രിയിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ പ്രസ്താവന സത്യമാണോ? വിശകലനം ചെയ്യുക. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, സോ ഇറ്റ് ഈസ് നോ. ഇറ്റ് ഈസ് എ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ്, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. ജസ്റ്റ് ടു സേ ഓപ്പോസിറ്റ് ആസ് ലൈറ്റ് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ലൈറ്റിൻ്റെ പ്രസൻസിലും ലൈറ്റിൻ്റെ ആബ്സെൻസിലും ഇരുണ്ട ഘട്ടം ഡാർക്ക് റിയാക്ഷൻ നടക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. C4 plants have a special type of anatomy in leaves to avoid photorespiration. C4 സസ്യങ്ങളുടെ ഇലകളിൽ പ്രകാശ ശ്വസനത്തിൽ നിന്നും രക്ഷ നേടാനായി ഒരു പ്രത്യേക തരം അനാറ്റമി കാണപ്പെടുന്നു. വാട്ട് ഈസ് ദി സ്പെഷ്യൽ അനാറ്റമി കോൾഡ്? ഈ പ്രത്യേക തരം അനാറ്റമി ഏത്? നെയിം എനി 2 plants ഹാവിൻ ദിസ് അനാറ്റമി. ഈ അനാറ്റമിയുള്ള 2 സസ്യങ്ങളുടെ പേരെഴുതുക. ഈ അനാറ്റമിയുടെ പേരാണ് ക്രാൻസ് അനാറ്റമി. ആൻസർ ടു ബി ക്വസ്റ്റ്യൻ. എക്സാമ്പിൾസ് ആർ ഷുഗർ കെയിൻ ആൻഡ് മെയ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4. കീപ്പിംഗ് പോട്ടഡ് പ്ലാന്റ്സ് ഇൻസൈഡ് ദി ബെഡ്റൂം ഈസ് നോട്ട് അഡ്വൈസബിൾ. ഗീവ് റീസൺ. ചെടിച്ചട്ടികൾ വളർത്തുന്ന ചെടികൾ കിടപ്പുമുറികളിൽ വയ്ക്കുന്നത് നല്ലതല്ല. കാരണം എന്താണെന്ന് എഴുതുക. ആൻസർ: ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ്, but only respiration takes place during night in plants. So carbon dioxide released from the plant accumulate inside the bedroom. This is not good for health. Question number 5. Some distinguishing features of C3 plants and C4 plants are given below. Arrange them in correct order in the table provided. C3 സസ്യങ്ങളെയും C4 സസ്യങ്ങളെയും വേർതിരിക്കുന്ന ചില സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ ക്രമീകരിച്ചെഴുതുക. റുബിസ്കോ ആൻഡ് PEP, ഓക്സലോ അസറ്റിക് ആസിഡ്, RUBP, PEP, ക്രാൻസ് അനാറ്റമി പ്രസൻറ്റ്, റുബിസ്കോ, ക്രാൻസ് അനാറ്റമി ആബ്സെൻറ്റ്, 1 type ക്ലോറോപ്ലാസ്റ്റ്, 2 types of chloroplasts, 3 PGA. ആൻസർ 3 കോളങ്ങളായി വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തിൽ ഫീച്ചേഴ്സ്, രണ്ടാമത്തെ കോളത്തിൽ C3 പ്ലാന്റ്സ്, മൂന്നാമത്തെ കോളത്തിൽ C4 പ്ലാന്റ്സ് ക്യാരക്ടേഴ്സ്. ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ്സ്. 1. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഇൻ C3 പ്ലാന്റ്സ് ഈസ് 3 PGA. ഇൻ C4 പ്ലാന്റ്സ് oxaloacetic acid. Feature 2. Chloroplast types. In C3 plants, 1 type of chloroplast only is seen, and in C4 plants,
two types of chloroplasts are seen. About the primary carbon dioxide acceptor? In C3 plants, RUBP is the carbon dioxide acceptor. In C4 plants, PEP, phosphoenol pyruvic acid, is the first carbon dioxide acceptor. In the case of Cran's anatomy, in C3 plants, Cran's anatomy is absent. In C4 plants, Cran's anatomy is present. About the carboxylase enzyme, C3 plants having the carboxylase enzyme Rubisco only, but in C4 plants, Rubisco and PEP are present. Question number 6. Distinguish between cyclic and non-cyclic photophosphorylation. സൈക്ലിക്കും നോൺ സൈക്ലിക്കുമായിട്ടുള്ള ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ എഴുതുക. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഒരു കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും എഴുതുക. 1. In cyclic photophosphorylation, it involves PS1 only, but in non-cyclic photophosphorylation, it involves both PS1 and PS2. Electron travels in cyclic manner in cyclic photophosphorylation. Electrons do not travel in cyclic manner in non-cyclic photophosphorylation. Electrons returns to PS1 in cyclic photophosphorylation. Electrons from PS1 is accepted by NADP in non-cyclic photophosphorylation. Photolysis of water is absent in cyclic photophosphorylation. Photolysis occurs in non-cyclic photophosphorylation. Only ATP is formed in cyclic photophosphorylation, but ATP and NADPH2 are formed in non-cyclic photophosphorylation. Oxygen is not evolved in cyclic photophosphorylation. In non-cyclic photophosphorylation, oxygen is evolved. Question number 7. Plants that are adapted to dry tropical regions have a special type of carbon dioxide fixation in addition to the C3 cycle. വരണ്ട ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന ചില സസ്യങ്ങൾക്ക് C3 പരിവൃത്തിക്ക് പുറമെ ഒരു പ്രത്യേക തരത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് സ്ഥിരീകരണവും കൂടി കാണുന്നു. നെയിം ദിസ് പാത്വേ. ഈ പാത്വേ ഏതാണ്? B. Can you identify any speciality in the leaf anatomy of such plants? If so, what is this anatomy called? ഇത്തരം സസ്യങ്ങളുടെ ഇലകളിലെ ആന്തരഘടനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ അറിയപ്പെടുന്നു? C. Which is the primary carbon dioxide acceptor in this pathway? ഇതിലെ പ്രാഥമിക കാർബൺ ഡയോക്സൈഡ് സ്വീകാരി ഏതാണ്? D. Write any one advantage of such plants over C3 plants. Answer. A. C4 pathway or Hatch and Slack pathway. This is another carbon dioxide fixation mechanism other than C3 cycle, and the plants are called C4 plants. We can identify some speciality in the leaf anatomy of such plants. So the answer is yes, and the anatomy is called Cran's anatomy. The first or the primary carbon dioxide acceptor in C4 pathway is PEP, phosphoenol pyruvate. Advantage: greater productivity of biomass, lack of photorespiration. It can, or C4 plants can tolerate high temperature. C4 plants can have response to high intensity of light. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതുക. Question number 8. The use of radioactive carbon C14 by Melvin Galvin in algal photosynthesis studies led to the discovery of carbon dioxide fixation in green plants. C14 റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിച്ച് ആൽഗകളിലെ പ്രകാശ സംശ്ലേഷണ പരീക്ഷണത്തിലൂടെ മെൽവിൻ ഗാൽവിൻ കാർബൺ ഡയോക്സൈഡ് സ്ഥിരീകരണം കണ്ടെത്തി. A. Identify the first stable product in this
കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ സൈക്കിൾ. ഈ കാർബൺ ഡയോക്സൈഡ് സ്ഥിരീകരണ ചക്രത്തിലെ ആദ്യ ഉൽപ്പന്നം ഏതാണ്? ബി. വിച്ച് ആർ ദി 3 മെയിൻ സ്റ്റേജസ് ഓഫ് ദിസ് സൈക്കിൾ? ഇതിലെ പ്രധാന 3 ഘട്ടങ്ങൾ ഏവ? നെയിം ദി എൻസൈം വിച്ച് കാറ്റലൈസസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദിസ് സൈക്കിൾ. ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്ന രാസാഗ്നിയുടെ പേരെഴുതുക. ഡി. വർക്ക് ഔട്ട് ഹൗ മെനി ATP and NADPH molecules will be required to make 1 molecule of glucose. ഒരു തന്മാത്ര ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ATP, NADPH തന്മാത്രകൾ എത്രയെന്ന് കണ്ടെത്തുക. ആൻസർ. എ ക്വസ്റ്റ്യൻ 3 PGA or 3-phosphoglyceric acid or C3 acid. ആൻസർ ടു ബി പാർട്ട്. പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ: കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ. ദെൻ ക്വസ്റ്റ്യൻ സി. ദി ഫസ്റ്റ് enzyme activated is ROBP carboxylase or oxygenase or Rubisco. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ATP, NADPH തന്മാത്രകൾ എത്രയാണ്? 18 ATP and 12 NADPH molecules. Question number 9. Light reaction of photosynthesis is divided into 2 processes. In one process, the electrons emitted will return to the place from where it is emitted. പ്രകാശ സംശ്ലേഷണത്തിലെ പ്രകാശഘട്ടത്തെ 2ആയി തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നിൽ ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോയ അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നു. എ. വാട്ട് ആർ ദി നെയിംസ് ഓഫ് ദീസ് 2 പ്രോസസ്സസ്? ഏതാണ് ഈ 2 പ്രക്രിയകൾ? ബി. വാട്ട് ഹാപ്പൻസ് ടു ദി ഇലക്ട്രോൺസ് ഇൻ ദി സെക്കൻഡ് ഫേസ്? രണ്ടാമത്തെ ഘട്ടത്തിൽ ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കുന്നു? സി. എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. രേഖാചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഇവ വിവരിക്കുക. ആൻസർ. ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഹാവിങ് 2 പ്രോസസ്സസ്. They are cyclic and non-cyclic photophosphorylation. Answer to B part. Electrons travel from PS2, that is reaction center P680, to PS1, that is reaction center P700. PS2-ൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോൺ PS1-ലെ റിയാക്ഷൻ സെൻറ്റർ റിസീവ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ മൂവ്മെൻറ്റ്സ് നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കാം. ദിസ് സ്കീമാറ്റിക് ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് ദി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ലൈറ്റ് റേസ് അബ്സോർബ് ചെയ്തതിന് ശേഷം ഫോട്ടോസിസ്റ്റം 1-ൽ നിന്ന് പുറപ്പെട്ട ഇലക്ട്രോൺ ചുവന്ന ആരോ മാർക്കിൽ മുകളിലേക്ക് കാണിച്ചിരിക്കുന്നു. ആ ഇലക്ട്രോണിനെ ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിച്ച് ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും ഇലക്ട്രോൺസ് ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നു. അതേസമയം തന്നെ ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ATP ഫ്രം ADP ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഈസ് നോൺ ആസ് ഫോസ്ഫോറിലേഷൻ. ഇതേ ഇലക്ട്രോൺ തിരികെ P700ലേക്ക് എത്തുന്നു. അങ്ങനെ ഇലക്ട്രോണുകളുടെ സൈക്ലിക് പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം ഫോസ്ഫോറിലേഷനും കൂടെ നടക്കുന്നു. അതുകൊണ്ട് ഇത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആയി. ഒന്നുകൂടെ വിശദമാക്കാം. P700ൽ നിന്ന് പുറത്തുപോയ ഇലക്ട്രോൺ തിരികെ P700ൽ തന്നെ എത്തുന്നത് കൊണ്ട് ഇതൊരു ചാക്രിക പ്രക്രിയയാണ്, സൈക്ലിക് പ്രോസസ്സാണ്. ഇലക്ട്രോണുകളുടെ ഈ സൈക്ലിക് മൂവ്മെൻറ്റിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ATP ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ സ്കീം നോക്കൂ. ഇവിടെ LHC2, അതായത് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ള PS2-ൽ നിന്ന് പുറത്തു പോകുന്ന ഇലക്ട്രോൺ അക്സെപ്റ്റർ വഴി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ LHC1-ൽ എത്തിച്ചേരുന്നു. 1-ൽ നിന്ന് പുറപ്പെട്ടു പോയ ഇലക്ട്രോൺ അത് ഇലക്ട്രോൺ അക്സെപ്റ്റർ സ്വീകരിച്ചതിന് ശേഷം NADPയെ ചാർജ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. NADP പിന്നീട് ഈ നെഗറ്റീവ് ചാർജുള്ള NADP പിന്നീട് ഹൈഡ്രജൻ അയോൺസുമായി കൂടിച്ചേർന്ന് NADPH ആയി മാറുന്നു. ഇവിടെ ഹൈഡ്രജൻ അയോൺസിൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നത് ഫോട്ടോലൈസിസ് പ്രവർത്തനം വഴിയാണ്.
ഈ പ്രോസസ്സ് നടക്കുമ്പോൾ LH2-ൽ നിന്നും LH1-ലേക്കുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലൂടെ കടന്നു പോകുമ്പോൾ ATP ഫോർമേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള സ്കീമിൽ ഇതിന് Z സ്കീം എന്ന് പറയുന്നു. ഈ തരത്തിലുള്ള സ്കീമിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് PS2-ൽ നിന്നും PS1-ലേക്കാണ്. PS1-ൽ നിന്നും NADP-യിലേക്കാണ്. ഇവിടെ PS2-ൽ നിന്നാകട്ടെ PS1-ൽ നിന്നാകട്ടെ പുറത്തുപോയ ഇലക്ട്രോൺസ് തിരികെ എത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതൊരു നോൺ സൈക്ലിക് പ്രോസസ്സാണ്. PS2-ൽ നിന്നും പുറപ്പെട്ടുപോയ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്ന് PS1-ലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നു. ഈ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ATP ഉണ്ടാകുന്നു. അതുകൊണ്ട് നോൺ സൈക്ലിക് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ATP ഉണ്ടാകുന്ന പ്രോസസ്സിനെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നു. PS2-ൽ നിന്നുള്ള ഇലക്ട്രോൺ നഷ്ടം നികത്തുന്നതിന് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോൺസും ഹൈഡ്രോക്സിൽ അയോൺസും ഉണ്ടാകുന്നു. സിന്തസിസ് നടക്കുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോൺസും ഹൈഡ്രോക്സിൽ അയോൺസും ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫോട്ടോലൈസിസ്. ആ ഹൈഡ്രോക്സിൽ അയോൺസ് റീയുണൈറ്റ് ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഇലക്ട്രോണാണ് PS2-ലെ ഇലക്ട്രോൺ നഷ്ടം നികത്തുന്നത്. PS1-ൽ നിന്ന് പുറത്തുപോയ ഇലക്ട്രോൺ വഴി ഉണ്ടാകുന്ന ഇലക്ട്രോൺ നഷ്ടം നികത്തുന്നത് PS2-ൽ നിന്ന് വരുന്ന ഇലക്ട്രോണാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന എൻഡ് പ്രോഡക്ട്സാണ് ATPയും NADPH2-ഉം. കൂടാതെ ഫോട്ടോലൈസിസ് വഴി ഉണ്ടാകുന്ന ഓക്സിജൻ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഈ ഓക്സിജനെയാണ് ലോകത്തുള്ള എല്ലാ ജീവികളും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്സിജൻ ഉണ്ടാക്കുക എന്നുള്ളത് ചെടികളുടെ ഒരു ലക്ഷ്യമേ അല്ല, അത് ഒരു ഉപ ഉൽപ്പന്നമായി ഉണ്ടായിപ്പോകുന്നതാണ്. ശ്രദ്ധിക്കുക, ലോകത്ത് ഓക്സിജൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ സമയത്ത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വഴിയാണ്. Question number 10. Rubisco is an enzyme which catalyzes two entirely different processes. റുബിസ്കോ എന്ന രാസാഗ്നി രണ്ട് വ്യത്യസ്ത പ്രക്രിയകളെ ത്വരിതപ്പെടുത്തുന്നു. A. Which are the processes? ഏത് ആണ് ആ പ്രക്രിയകൾ? B. In which process chloroplast alone is used as cell organelle? ഏത് പ്രക്രിയയിലാണ് ക്ലോറോപ്ലാസ്റ്റ് മാത്രം കോശാംഗമായി കാണുന്നത്? C. Label the parts A, B, C, D of the given diagram. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ABCD ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ആൻസർ: A. Carboxylation and oxygenation are the two processes which are entirely controlled by the enzyme Rubisco. And B. Photosynthesis or C3 cycle or C4 cycle. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലെ ABCD ഭാഗങ്ങൾ: A. Stroma lamella, B. Granum, C. Stroma and D. Starch granules. Question number 11. C4 plants are adapted to overcome a wasteful process found in C3 plants and hence productivity and yields are better in these plants. C3 സസ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു അനാവശ്യ പ്രക്രിയ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി അനുകൂലനപ്പെട്ടവയാണ് C4 സസ്യങ്ങൾ. അതുകൊണ്ട് തന്നെ C4 സസ്യങ്ങൾക്ക് ഉൽപ്പാദനക്ഷമതയും വിളവും കൂടുതലാണ്. A. Name the wasteful process found in C3 plants. C3 സസ്യങ്ങളിൽ കാണപ്പെടുന്ന അനാവശ്യ പ്രക്രിയയുടെ പേരെന്ത്? B. Identify the cells involved in the C4 pathway. C4 പ്രക്രിയയിൽ ഉൾപ്പെട്ട കോശങ്ങൾ ഏവ? C. Write any two differences between C3 plants and C4 plants. C3 സസ്യങ്ങളും C4 സസ്യങ്ങളും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ: A. Photorespiration or C2 cycle is the wasteful process found in C3 plants. B. Question: Mesophyll and bundle sheath cells are the cells involved in C4 pathway. C3 and C4 plants differences. C3 plants are not having crans anatomy, but C4 plants are having crans anatomy.
C3 plants primary carbon dioxide acceptor is RUBP, but in C4 plants PEP is the first carbon dioxide acceptor. In C3 plants, first stable compound is 3-PGA, but in C4 plants it is OAA, oxaloacetic acid. C3 plants PEP case is absent, phosphopyruvate kinase is absent, but phosphoenol pyruvate kinase is present. PEP case is present in C4 plants. ഏതെങ്കിലും രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. Question number 12. Light reaction is otherwise called photophosphorylation. പ്രകാശഘട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. എ. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രസ്താവന ന്യായീകരിക്കുക. ബി. ലൊക്കേറ്റ് ദി സൈറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. ഈ രാസപ്രക്രിയ നടക്കുന്ന സ്ഥാനം നിർണ്ണയിക്കുക. ബി. റൈറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും തമ്മിലുള്ള രണ്ട് വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ: ADP plus IP to ATP in presence of light is called photophosphorylation. So that is occurring in the light reaction. So it can be rightly said that light reaction is also called photophosphorylation. B. The site of this reaction is chloroplast or thylakoid, or we can say granum thylakoid, where ADP plus IP gives ATP in presence of light energy. Differences between cyclic and non-cyclic photophosphorylation. In cyclic photophosphorylation, only PS1 is functional. In non-cyclic photophosphorylation, PS1 and PS2 are functional. In cyclic photophosphorylation, flow of electrons in the cyclic manner, that is 2. Cyclic flow of electrons in cyclic photophosphorylation. In non-cyclic photophosphorylation, the electrons are flowed non-cyclically. 3. ATP alone is synthesized in cyclic photophosphorylation. Both ATP and NADPH are synthesized in non-cyclic photophosphorylation. 4. Splitting of water absent in cyclic photophosphorylation. Splitting of water is present in non-cyclic photophosphorylation. Oxygen is not liberated in cyclic photophosphorylation, but oxygen is liberated in non-cyclic photophosphorylation. ഏതെങ്കിലും രണ്ട് ഡിഫറൻസുകൾ എഴുതുക. Question number 13. Light reaction and dark reaction are the two stages of photosynthesis. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രണ്ട് ഘട്ടങ്ങളാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. എ. Where does light reaction occur? എവിടെ വച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത്? ബി. What are its products? പ്രകാശഘട്ടത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം? സി. Comment on their roles in the dark reaction. ഇരുണ്ട ഘട്ടത്തിൽ ഈ ഉൽപ്പന്നങ്ങളുടെ ധർമ്മം എന്ത്? ആൻസർ: Light reaction occurs in grana or thylakoid or grana lamella. Answer to B question. NADPH2 and ATP are the end products and oxygen as the byproduct. Question number C. NADPH2 is used in reduction of 3-PGA or conversion of carbon dioxide to sugar or glucose. ATP is used in the conversion of 3-PGA to triose phosphate and regeneration of RUBP, or used as energy source. എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമ്പർ 14. Photorespiration is a curse to plants. Photorespiration or പ്രകാശ ശ്വസനം സസ്യങ്ങൾക്ക് ഒരു ശാപമാണ്. എ. Evaluate this statement. ഈ പ്രസ്താവന വിലയിരുത്തുക. ബി. Find the reason for this event to take place. ഈ പ്രതിഭാസത്തിനുള്ള പ്രധാന കാരണമെന്ത്? ആൻസർ ടു ക്വസ്റ്റ്യൻ എ. താഴെ പറയുന്ന ഏത് ഉത്തരം വേണമെങ്കിലും എഴുതിയാൽ മാർക്ക് കിട്ടും. ഒന്നാമത്തെ പോയിൻ്റായിട്ട് എഴുതാവുന്നത് നെയ്തർ സിന്തസിസ് ഓഫ് ഷുഗർ നോർ ATP ഈസ് ഒക്കറിങ് ഇൻ ഫോട്ടോറെസ്പിറേഷൻ. ഇതാണ് ഒരു കാരണം. അല്ലെങ്കിൽ മറ്റൊരു ഉത്തരം റിലീസ് ഓഫ് കാർബൺ ഡൈഓക്സൈഡ് വിത്ത് ദി യൂട്ടിലൈസേഷൻ ഓഫ് ATP. That is,
photosynthetically fixed carbon is lost and no synthesis of ATP or NADPH occurring during photorespiration. So, it is a wasteful process. C3 പ്ലാന്റ്സിൽ ഫോട്ടോറെസ്പിറേഷൻ നടക്കാനുള്ള കാരണങ്ങൾ ഇവയാകാം. In C3 plants, oxygen binds to rubisco and hence carbon dioxide fixation is decreased. റുബിസ്കോയുടെ പ്രധാന സവിശേഷത ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സോ ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. C3 പ്ലാന്റ്സിൽ ക്രാൻസ് അനാറ്റമി എന്ന സംവിധാനം ഇല്ല. ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കുകയും കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയർ കുറഞ്ഞിരിക്കുകയും ചെയ്താൽ C3 പ്ലാന്റ്സിൽ ഈ റുബിസ്കോ ഓക്സിജനൈസ് ആയി വർക്ക് ചെയ്യുന്നത് കൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ കുറയ്ക്കപ്പെടുന്നു. ഇതിനാലാണ് C3 പ്ലാന്റ്സിൽ C2 സൈക്കിൾ അല്ലെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15. During photosynthetic carbon dioxide fixation, certain plants produce PGA as first stable products. Name such plants. Who reported the pathway? പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ചില സസ്യങ്ങൾ PGA ആദ്യ സ്ഥിര ഉൽപ്പന്നം നിർമ്മിക്കുന്നു. അത്തരം സസ്യങ്ങളെ വിളിക്കുന്ന പേരെന്ത്? ആരാണ് ഇത് ആദ്യമായി പറഞ്ഞത്? What is the enzyme for carboxylation? കാർബോക്സിലേഷൻ ഉപയോഗിക്കുന്ന എൻസൈം ഏത്? നെയിം ദി മോളിക്യൂൾ വിച്ച് അക്സെപ്റ്റ്സ് കാർബൺ ഡയോക്സൈഡ് ഇൻ സച്ച് പ്ലാന്റ്സ്. കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുന്ന തന്മാത്രയുടെ പേര് എന്താണ്? ആൻസർ C3 പ്ലാന്റ്സ്. മെൽവിൻ കാൽവിൻ റിപ്പോർട്ടഡ് ദിസ് ഇവൻറ്റ്. കാർബോക്സിലേഷന് സഹായിക്കുന്ന എൻസൈമാണ് റുബിസ്കോ. RUBP റിബുലോസ് ബൈഫോസ്ഫേറ്റ് ഈസ് ദി compound which accepts carbon dioxide. Question number 16. Photosynthesis is a process influenced by environmental factors as well as plant factors. Mention 3 factors under each category. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളും സസ്യഘടകങ്ങളുമുണ്ട്. ഈ 2 വിഭാഗങ്ങളിലും ഉൾപ്പെടുന്ന 3 ഘടകങ്ങൾ വീതം എഴുതുക. ആൻസർ External factors. Light, carbon dioxide, temperature and water are the external factors which influence photosynthesis. Internal factors or the plant factors or genetic factors or leaf factors. The number, size, age and orientation of leaves, mesophyll cells and chloroplasts, internal carbon dioxide concentration and the amount of chlorophyll are the important internal factors which affect the rate of photosynthesis. Question number 17. Define Blackman's law of limiting factors and identify any 2 important factors which influence the rate of photosynthesis in plants. Blackman's law of limiting factors എന്താണെന്ന് എഴുതുക. പ്രകാശ സംശ്ലേഷണ നിരക്കിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങളെ തിരിച്ചറിയുക. ആൻസർ When several factors affect any biochemical process, Blackman's law of limiting factors come into effect. This states the following. If a chemical process is affected by more than one factor, then its rate will be determined by the factor which is nearest to its minimal value. It is the factor which directly affects the process if its quantity is changed. Answer. When several factors affect any chemical process, Blackman's law of limiting factors come into effect. This states the following. If a chemical process is affected by more than one factor, then its rate will be determined by the factor which is nearest to its minimal value. It is the factor which directly affects the process if its quantity is changed. ഒരു കെമിക്കൽ പ്രോസസ്സ് ഒന്നിലധികം ഫാക്ടേഴ്സിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതാണെങ്കിൽ ആ കെമിക്കൽ പ്രോസസ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏത് ഫാക്ടറാണോ മിനിമം ക്വാണ്ടിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഫാക്ടറിൻ്റെ അളവിനെ നേരിട്ട് ആശ്രയിച്ചിരിക്കും. ഇതാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. Important factors affecting photosynthetic rate are
ലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. Question number 18. An important difference between C3 and C4 plants is photorespiration. Explain how photorespiration occurs in C3 plants. C3 സസ്യങ്ങളും C4 സസ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഫോട്ടോറെസ്പിറേഷൻ ആണ്. ഇത് എങ്ങനെ നടക്കുന്നുവെന്ന് വ്യക്തമാക്കുക. ആൻസർ: Photorespiration, C2 cycle or photosynthetic carbon oxidation cycle. It is the process of uptake of oxygen and production of carbon dioxide in light by the green cells. The site of photorespiration is peroxisomes. It is common in C3 plants. There is neither synthesis of sugars nor of ATP. It results in the release of carbon dioxide with the utilization of ATP. Therefore, photorespiration is a wasteful process. The active site of rubisco can bind to both carbon dioxide and oxygen but has a greater affinity for carbon dioxide than for oxygen. ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രാസാഗ്നിയാണ് റുബിസ്കോ, റിബുലോസ് ബിസ് ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഈ രാസാഗ്നിയുടെ ആക്റ്റീവ് സൈറ്റിന് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമായി സംയോജിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഈ പേര് വന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ അനുപാതം ഏകദേശം തുല്യമായി വരുമ്പോൾ റുബിസ്കോയ്ക്ക് ഓക്സിജനേക്കാൾ കൂടുതൽ പ്രതിപത്തി കാർബൺ ഡൈ ഓക്സൈഡിനാണ്. ഈ ബന്ധനം മത്സരാധിഷ്ഠിതമാണ്. ഓക്സിജൻ competes with carbon dioxide to bind with the active site of the enzyme, and the relative concentration of oxygen and carbon dioxide is the factor that determines which of the two will bind to the enzyme. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ആപേക്ഷിക ഗാഢതയാണ് റുബിസ്കോ ആരുമായി പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. In C3 plants, oxygen binds to rubisco and therefore carbon dioxide fixation is reduced. C3 സസ്യങ്ങളിൽ ഏതാനും ഓക്സിജൻ റുബിസ്കോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് മൂലം കാർബൺ ഡൈ ഓക്സൈഡ് സ്ഥിരീകരണം, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ കുറയുന്നു. RUBP combines with oxygen in the presence of rubisco to form one molecule of PGA, phosphoglycerate, and one molecule of phosphoglycolate, 2 carbon compound. RUBP PGAയുടെ 2 തന്മാത്രകളായി മാറ്റപ്പെടുന്നതിന് പകരം ഓക്സിജനുമായി ചേർന്ന് ഫോസ്ഫോഗ്ലിസറേറ്റിൻ്റെ ഒരു തന്മാത്രയും ഫോസ്ഫോഗ്ലൈക്കോളേറ്റിൻ്റെ ഒരു തന്മാത്രയും ഇസ് എ 2 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ പാതയെ പ്രകാശ ശ്വസനം അല്ലെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നു. ഫോട്ടോ റെസ്പിറേഷനിലൂടെ ഷുഗറോ ATPയോ നിർമ്മിക്കപ്പെടുന്നില്ല. പകരം ATP ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാക്കപ്പെടുന്നു. പ്രകാശ ശ്വസനം വഴി NADPHO ATPയോ ഉണ്ടാകുന്നില്ല. The phosphoglycolate results in the release of carbon dioxide. In contrast, carboxylation results in carbon dioxide fixation for the production of carbohydrate. In C4 plants, the photorespiration does not occur because they have a mechanism that increases the concentration of carbon dioxide at the enzyme site. C4 സസ്യങ്ങളിൽ പ്രകാശ ശ്വസനം നടക്കുന്നില്ല. ഇത്തരം സസ്യങ്ങളിൽ രാസാഗ്നിയുടെ ആക്റ്റീവ് സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുവാനുള്ള സംവിധാനമുള്ളതാണ് ഇതിന് കാരണം. This takes place when the C4 acid from the mesophyll cell is broken down in the bundle sheath cells to release carbon dioxide. The increase in the concentration of carbon dioxide inside the cell ensures that rubisco functions as carboxylase instead of oxygenase. Mesophyll കോശങ്ങളിൽ നിന്ന് വരുന്ന C4 ആസിഡ് ബണ്ടിൽ ഷീത്ത് കോശങ്ങളിൽ വെച്ച് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിനാൽ കോശത്തിനുള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുന്നു. ഇത് റുബിസ്കോ കാർബോക്സിലേസായി പ്രവർത്തിക്കുന്നത് ഉറപ്പാക്കുകയും ഓക്സിജനേസ് പ്രവർത്തനം കുറയ്ക്കുകയും ചെയ്യുന്നു. C4 സസ്യങ്ങളിൽ ഫോട്ടോറെസ്പിറേഷൻ നടക്കുന്നില്ല എന്നതുകൊണ്ട്
ഈ സസ്യങ്ങളിൽ ഉൽപാദനക്ഷമതയും വിളവും കൂടുന്നു എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. മാത്രവുമല്ല, ഇത്തരം സസ്യങ്ങൾക്ക് ഉയർന്ന താപനില അതിജീവിക്കാനുള്ള ശേഷിയുമുണ്ട്. കരിമ്പ്, ചോളം എന്നിവ C4 സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. Question number 19. Arrange the following events in the appropriate boxes. ചുവടെ നൽകിയിരിക്കുന്ന പ്രക്രിയകളെ ബോക്സിൽ അനുയോജ്യമായി ക്രമീകരിക്കുക. A. Formation of ATP and NADPH2. B. Only photosystem 1 is functional. C. Formation of ATP only. D. Both photosystem 1 and photosystem 2 are involved. E. Splitting of water. And F. No oxygen release. ഉത്തരം 2 കോളങ്ങളിലായിട്ട് എഴുതാം. ഒന്ന് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, 2 നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. പോയിന്റുകൾ ഒന്നൊന്നായി ഓരോ കോളത്തിലും എഴുതാം. എ. ഫോർമേഷൻ ഓഫ് ATP ആൻഡ് NADPH2, ദാറ്റ് ഈസ് അണ്ടർ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ബി. ഓൺലി ഫോട്ടോസിസ്റ്റം 1 ഈസ് ഫങ്ഷണൽ, that is in cyclic photophosphorylation column. C. Formation of ATP only, that is also under cyclic photophosphorylation. D. Both photosystem 1 and photosystem 2 are involved, that is under non-cyclic photophosphorylation. E. Splitting of water under non-cyclic photophosphorylation. And F. No oxygen release, that is under cyclic photophosphorylation. Question number 20. Match the items of column A with B. Column Aയും Bയും ചേരുംപടി ചേർക്കുക. Column A. Reduction, photolysis, photorespiration, carboxylation. Column B. Formation of oxygen, formation of 3-PGA, formation of PEP, formation of glucose, formation of phosphoglycolate. Reduction, formation of glucose. Formation of carbohydrate is a reduction process where the carbon dioxide is reduced to carbohydrate. Second one, photolysis. Photolysis is related to the formation of oxygen where water is split into 2 parts, hydrogen ions and hydroxyl ions. From the reunion of hydroxyl ions, oxygen is released. Photorespiration is related to phosphoglycolate. RUBP combines with oxygen in the presence of rubisco to form 1 molecule of PGA and 1 molecule of phosphoglycolate during photorespiration. Carboxylation, D. The carboxylation is the first stage in the dark reaction, and during this phase the formation of PGA occurs, the first stable product in dark reaction in C3 cycle, that is Calvin cycle. Question number 21. Photophosphorylation takes place during photosynthesis. പ്രകാശ സംശ്ലേഷണത്തിൽ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നു. എ. നെയിം ദി ടൈപ്സ് ഓഫ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. വിവിധ തരം ഫോട്ടോഫോസ്ഫോറിലേഷൻ്റെ പേരെഴുതുക. ബി. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദം. എനി 2 ഡിഫറൻസസ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. സൂചന 2 വ്യത്യാസങ്ങൾ. ആൻസർ എ. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ബി. ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. 1. Photosystems. In cyclic photophosphorylation, it is carried out by PS1 independently. But in non-cyclic photophosphorylation, it is carried out by cooperative activity of both PS1 and PS2. 2. Source of electron. In cyclic photophosphorylation, it does not require an external source of electron. But in non-cyclic photophosphorylation, a regular source of electron is required. About the recycling. In cyclic photophosphorylation, same electron is recycled time and again. But in the other case, there is no recycling of electrons.
Once extruded, the electron does not return to the reaction center. About the products of cyclic photophosphorylation, it produces ATP only. In non-cyclic photophosphorylation, it forms ATP and NADPH. Location. Most of the cyclic photophosphorylation occurs in stroma thylakoids. In non-cyclic photophosphorylation, it occurs in grana thylakoids. About the conditions, it occurs when normal photosynthetic activity is inhibited in cyclic photophosphorylation. In non-cyclic photophosphorylation, it occurs under normal conditions of light, aeration and carbon dioxide concentration. ഇതിൽ ഏതെങ്കിലും രണ്ട് ഡിഫറൻസുകൾ എഴുതുക.